ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നേ കുറച്ച് ചിപ്പിക്കൂണ് പറിച്ചിട്ടുണ്ട്. 2 ബഞ്ച്, ചെറിയ ബഞ്ചാണ് പറിച്ചേക്കുന്നത്. ഒരു 200 ഗ്രാംസ് ഉണ്ട്. ഒരു പുത്തൻ ഐഡിയ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുപോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പെയാണ് ഞാൻ കഴുകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽസ് കണ്ടപ്പോഴുണ്ടല്ലോ, ഒരു നോർത്തിലുള്ള ഒരു റീൽസാണെന്ന് തോന്നുന്നു. അതായത് ഒരു സ്ട്രീറ്റ് ഫുഡ്, മഷ്റൂം യൂസ് ചെയ്ത് ഒരു സ്ട്രീറ്റ് ഫുഡ് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ മഷ്റൂം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഒത്തിരി അസുഖങ്ങൾക്ക് ഈ മഷ്റൂം ഒത്തിരി നല്ലതാണ്. പിന്നെ പാല്, മുട്ട, ഇറച്ചി, മീനൊന്നും കഴിക്കാത്തവർക്ക് അതിന് പകരം ഇത് കഴിച്ച് അതിൻ്റേതായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടുന്നതാണല്ലോ. അങ്ങനെ ഞാനിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയേണ്ട കാര്യമില്ല. ഇതിൻ്റെ മൂടൊന്ന് കണ്ടിച്ച് കളയണം. എന്നിട്ട് ഇതിൻ്റെ ഓരോ ഇതളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ തണ്ടായിട്ട് നിൽക്കുമല്ലോ, അതിങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവേ. ഞാൻ പല ഐറ്റംസും വെച്ച് ബജി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. കപ്പ വരെ വെച്ച് ബജി ഉണ്ടാക്കി നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കൂണ് കൊണ്ട് ഒരു ബജി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഡ്രോബാക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണേ. അതായത് ഫസ്റ്റ് ഡ്രോബാക്ക് എന്തുവാന്ന് വെച്ചാൽ, ഈ മഷ്റൂമിൻ്റെ വലിയ തണ്ടുണ്ടല്ലോ, അതായത് വലിപ്പം കൂടിയത്, അങ്ങനത്തത് ഞാൻ മുഴുവനായിട്ടിട്ടാണ് ബജി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ നടുകെ ഒന്ന് കണ്ടിച്ച് അത് രണ്ടാക്കി ഇടണം. കാരണം അതിൻ്റെ തണ്ട് ഭാഗമൊക്കെ ഒത്തിരി കട്ടിയായി പോയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കാരണം അങ്ങനെ ഒത്തിരി വലിപ്പമുള്ളത് രണ്ടാക്കി ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കതിന് ഉപ്പ് അല്പം കുറവാന്ന് തോന്നി. മാവിന് ഉപ്പുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ മഷ്റൂമിനുണ്ടല്ലോ അതിന് അത്രയ്ക്ക് ഉപ്പ് പിടിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം വെള്ളത്തിൽ കഴുകുമല്ലോ, അപ്പോൾ ആ വെള്ളത്തിനകത്ത് ശകലം ഉപ്പുപൊടിയും കൂടെ ഇട്ട് നമ്മളിത് കഴുകി എടുക്കുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് ഈ മഷ്റൂമിനകത്ത് ഒരു ശകലമെങ്കിലും ഉപ്പ് പിടിക്കും. പിന്നെ നമുക്ക് ബജ്ജി ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം കടലമാവാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബജി ഒന്ന് ക്രിസ്പി ആകാനായിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരല്പം എരിവിനും കളറിനുമായിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബജിക്ക് ആവശ്യമായ ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേശ്ശെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഒരുമിച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് കട്ടയായിട്ട് പോവും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബജിക്ക് മാവ് തയ്യാറാക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ടും പോകരുത്, അതുപോലെ തന്നെ ഒത്തിരി കട്ടിയായിട്ടും ഇരിക്കരുത്. അതൊരു മീഡിയം പരുവത്തിന് വേണം ഇരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തോ നമ്മൾ ബജി ഉണ്ടാക്കുന്നോ അത് ഡിപ്പ് ചെയ്ത് എണ്ണയിലിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളേ. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ഇടുവാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ആ ബജ്ജി ഒന്ന് പൊങ്ങി വരത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് ഇതുപോലെ ഓരോന്നും നമുക്ക് മഷ്റൂം നമ്മുടെ ബാറ്ററിനകത്തോട്ടൊന്ന് മുക്കി എണ്ണയ്ക്കകത്തോട്ട് ഒന്നിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരുന്നത്. ഞാൻ ശകല എണ്ണയെ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മഷ്റൂം മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരേ സമയം 2 എണ്ണം വെച്ചൊക്കെ മൊരിച്ചെടുക്കാം. പക്ഷേ എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ഓരോന്ന് വെച്ച് വറുത്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 2, 2 or 3 എണ്ണം നമ്മുടെ എണ്ണയ്ക്കനുസരിച്ച് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരുവിധമൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ആർക്കും ടേസ്റ്റ് നോക്കാനും കൊടുത്തില്ല, ഞാനും ടേസ്റ്റ് നോക്കിയിട്ടില്ല. എന്തായാലും ടേസ്റ്റ് നോക്കുന്നത് നിങ്ങളെയും കൂടെ കാണിച്ചിട്ടാവണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ടേസ്റ്റ് നോക്കാത്തത്. ഞാൻ വൃത്തിയാക്കി എടുത്ത മുഴുവൻ മഷ്റൂമും ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ പകുതിയേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ? മോനും കൂടെ കൊടുക്കാം. മോൻ അവിടെ മുകളിൽ നിന്ന് ബോൾ കളിക്കുന്നുണ്ട്, അവനൂടെ ഒന്ന് കൊടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് 2 പേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ, ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൂപ്പറല്ലേ? അങ്ങോട്ട് നോക്കി കാണിച്ച് സൂപ്പറാണ്.
വെറുതെ പറഞ്ഞതല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും നന്ദി. നല്ല രുചിയുണ്ട് കേട്ടോ.